Watch India's largest kids library only on Jio Hotstar. Download the app now. സാധാരണ കാടല്ല, ഭയങ്കര കൊടുങ്കാടാണെന്ന് തോന്നുന്നു. എനിക്ക് പേടിയാവുന്നു. അതെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ പേടിക്കുന്നത്? ഇത് വേറൊരു കാടല്ലേ. ഞങ്ങളുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നടത്തിയ കമാൻഡോ ട്രെയിനിങ്ങിൽ കാട്ടിൽ എങ്ങനെ ജീവിക്കണമെന്ന് ഓരോരുത്തർക്കും വ്യക്തമായിട്ട് പറഞ്ഞു തരാറുണ്ട്. കാടിനെ പേടിക്കല്ല വേണ്ടത്, കാടിനെ പ്രേമിക്കല്ലേ വേണ്ടത്, പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനായി. നേരാണോ ലഡു സിംഗ് സാർ പറഞ്ഞത്? എന്നാ പിന്നെ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ അങ്ങ് വന്നേക്കാം. ഷുവർ പിന്നെന്താ, നിങ്ങൾ എല്ലാരും എന്നോടൊപ്പം തന്നെ വന്നോളൂ. ഹലോ ശിവ, നിങ്ങള് കാടിന്റെ അടുത്ത് തന്നെ എത്തിയല്ലോ അല്ലേ? പേടിക്കണ്ട ലഡു സിംഗ് സർ, നിങ്ങൾ എല്ലാവരും കാടിന്റെ അകത്തേക്ക് പൊക്കോളൂ. ഞങ്ങൾ എല്ലാവരും കാടിന്റെ പുറത്ത് ഇവിടെ ഇരുന്നോളാം. താങ്ക് യു ശിവ. വേണ്ടി വന്നാൽ ഞാൻ ചിലപ്പോ വിളിക്കും കേട്ടാ. ബൈ. എന്തൊരു പരിപാടിയാ! പിക്നിക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുഴിയിലേക്ക് വീണല്ലോ. ആനക്കൊണ്ടയുടെ കുഞ്ഞുങ്ങളാ. എന്താ ലഡു സിംഗ് സാറേ, നിങ്ങൾക്ക് ഭയങ്കര പേടിയാവുന്നു. അപ്പൊ പിന്നെ ഞങ്ങളുടെ കാര്യം എന്താവും? ഇത് അനക്കോണ്ടയുടെ കുഞ്ഞുങ്ങളോ? എന്നാ പിന്നെ അനക്കോണ്ട ഇവിടെ തന്നെ കാണും. എനിക്ക് പേടിയായിട്ട് വയ്യ. എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? നിങ്ങൾ കമാൻഡോ ട്രെയിനിങ് ഒക്കെ ചെയ്ത ആളാണെന്ന് പറഞ്ഞിട്ട്. അതെ, ഞങ്ങളുടെ ട്രെയിനിങ്ങിൽ സിംഹം, പുലിയും കാട്ടുപോത്തൊക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്യാനേ പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ. അനക്കോണ്ടൊന്നും ഞങ്ങൾ കണ്ടിട്ട് പോലും ഇല്ല. അപ്പൊ പിന്നെ നമ്മൾ ആരാ സഹായിക്കാൻ വരിക? ഡോണ്ട് വറി, ഞാൻ അവനെ വിളിച്ചോളാം. അവൻ ഈ അനക്കോണ്ട മാത്രല്ല, അതിന്റെ മൊത്തം ഫാമിലിയെ തന്നെ കൈകാര്യം ചെയ്തോളും. ശിവ, ഒന്ന് വേഗം വന്നേ. ഞങ്ങളൊരു വലിയ കുഴിക്കകത്ത് അനക്കോണ്ടയുടെ കുട്ടികൾക്കിടയിൽ വീണ് കിടക്കുകയാണ്. ലഡു സിംഗ് സാറിനെ എത്രയും പെട്ടെന്ന് സഹായിക്കണം. ഐ ഹാവ് ടു ഗോ. റേവോ, അത് യുഡി, നിങ്ങൾ എല്ലാരും ഇവിടെ ഇരുന്നോളൂ. ലഡു സിംഗ് സാർ, നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും അടുത്തുണ്ടെങ്കിൽ എന്റെ പേരൊന്ന് വിളിച്ചു പറയൂ. പേടിക്കണ്ട, ഞാൻ നിങ്ങളെ ഒരിക്കലും ശല്യം ചെയ്യില്ല കേട്ടോ. ഞാൻ നിങ്ങളുടെ ഒരു ഫ്രണ്ടാണ്. ശിവ, ഒന്ന് വേഗം വന്നേ, ഞങ്ങളെ രക്ഷിക്കൂ പ്ലീസ്. ലഡു സിംഗ് സാർ, ആദ്യം ഞാൻ സ്വയം ഒന്ന് രക്ഷപ്പെടട്ടെ. എന്റെ പുറകിൽ ലയന വരുന്ന ലയൻ. ഒരു ചെറിയ കുട്ടി മുകളിലൂടെ സൈക്കിൾ ചവിട്ടി പോകുന്ന പോലെ എനിക്ക് തോന്നി. ഞാനിപ്പോ ഇവിടെ നിന്ന് നോക്കിയപ്പോ കണ്ടതാ. എന്ത്, സൈക്കിൾ ഓടിച്ചു പോയ ഒരു ചെറിയ കുട്ടിയോ? അപ്പൊ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എന്റെ ശിവ എത്തിക്കഴിഞ്ഞു. എന്റെ ശിവ വന്നല്ലോ, എന്റെ ശിവ വന്നല്ലോ. അവൻ നീ നമ്മളെ രക്ഷിക്കും. Why to fear when Shiva is here? Don't worry dear. ലഡു സിംഗ് സാറേ, നിങ്ങളുടെ കൂട്ടുകാരൻ എവിടെ പോയി? ഒരു സിംഹത്തിന് ഇവിടെ വിട്ടിച്ചിട്ടാണല്ലോ നിങ്ങളുടെ കൂട്ടുകാരൻ പോയിരിക്കുന്നത്. ലഡു സിംഗ് സാറേ, ഇങ്ങനെ വിറച്ചെന്നിട്ട് കാര്യമില്ല. നിങ്ങൾ കമാൻഡോ ട്രെയിനിങ് ചെയ്ത ആളല്ലേ. എന്തെങ്കിലും ഒരു കാര്യം പ്രയോഗിക്കാൻ നോക്കാം. ലയൺ അവിടുന്ന് ഓടിക്കാൻ നോക്ക്. ഞാൻ പറയണ കേക്ക്. അതിനെ ഓടിക്കാനാ പറഞ്ഞേ. നിങ്ങൾ നല്ലൊരു സാമർത്ഥ്യക്കാരനാണ്, ഞങ്ങൾക്ക് അറിയാം.
അതെ അതെ, ട്രെയിനിങ്ങിൽ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈനുമായിട്ട് എങ്ങനെ ഫൈറ്റ് ചെയ്യണമെന്ന് ട്രെയിനിങ് തരുന്ന സമയത്ത് ഞാൻ സിക്ക് ലീവിലായിരുന്നു. അതുകൊണ്ട് ഞാനിത് മിസ് ചെയ്തുന്നേ. ഹലോ ശിവ, നീ ഇപ്പൊ എവിടെയുള്ളത്? ലഡ്ഡു സിംഗിനെ കാണാൻ പറ്റിയോ? ഇല്ല രവ, ഇതുവരെ കണ്ടില്ല. അനക്കോണ്ടയുടെ ഏതോ ഒരു വലിയ കുഴിയിലാണ്. എന്നെ ലയൺ ഓടിച്ചിട്ടു. നിങ്ങൾ അവിടെ തന്നെ ഇരുന്നോളൂ. ശിവ, ശിവ, നീ ഇപ്പൊ എവിടെയാണ്? എന്റെ കൂടെ വന്നവരൊക്കെ നീ പോകുന്നത് കണ്ടിരിക്കുന്നു. നിന്റെ പുറകെ വന്ന ആ ലയന് ഇപ്പൊ ഇവിടെ നിന്നിട്ട് ഞങ്ങളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് പോയിട്ടില്ല. നീ ഒന്ന് പെട്ടെന്ന് വന്നേ, വേഗം. ഞാൻ പെട്ടെന്ന് വരാൻ ലഡു സിംഗ് സർ, നിങ്ങൾ പേടിക്കല്ലേ. നിങ്ങളുടെ കൂടെ വേറെയും കുറെ ആൾക്കാരുണ്ടല്ലോ. ആ, അല്ല ഈ കല്ലെങ്ങനെ നടക്കുന്നേ? ആ, ആ, ആ. ശിവ, 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 നീ ഇത് കേൾക്കുന്നുണ്ടോ? ഒന്ന് വേഗം വന്നേ. അല്ലെങ്കിൽ പിന്നെ ഇത് പറയാൻ ഞാനിനി ഒരിക്കലും ജീവിച്ചിരിപ്പുണ്ടാവില്ല. ഇവിടുന്ന് 50 കിലോമീറ്റർ ദൂരെ വരെ ആൾക്കാർ പറയും. വേണ്ട ശിവ, ഒന്ന് വേഗം വന്നേ. ലഡു സിംഗ് സാറേ, അത് ഞാൻ സ്വയം രക്ഷപ്പെട്ടാല് നിങ്ങൾ വന്ന് രക്ഷപ്പെടുത്താനാവും. അതെ ശിവ, നീ എന്തിനാ വീണ്ടും വീണ്ടും സ്വയം രക്ഷപ്പെടട്ടെന്ന് പറയുന്നത്? ഓഹോ ലഡു സിംഗ് സർ, ആദ്യം ലയനായിരുന്നു, ഇപ്പൊ പാന്തറ എന്റെ പുറകെ ഓടി വരുന്നത്. നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കലേ, ഞാൻ ഉടനെ തന്നെ എന്തെങ്കിലും ചെയ്യാം. ഇപ്പോഴും ഒരു കുട്ടി മോളിലൂടെ സൈക്കിളിൽ പോകുന്നത് ഞാൻ കണ്ടു. ലഡു സിംഗ് സാറേ, ആ ചെറുക്കൻ പോയ ആ പാന്തറിനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഓടിക്കാൻ നോക്ക്. നിങ്ങളൊരു കമാൻഡോ എന്നല്ലേ പറഞ്ഞത്? എത്രയും പെട്ടെന്ന് അതിനെ ഇവിടുന്ന് ഓടിച്ച് കഴിവ് തെളിയിപ്പിച്ചൊന്ന് കാണിക്കേ. വേഗം ചെല്ല്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാനത് അപ്പൊ പറയാൻ മറന്നുപോയിന്നേ. പാന്തറിനോടൊപ്പം എങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ട്രെയിനിങ് നടത്തുന്ന സമയത്ത് ഞാൻ എന്റെ ആനുവൽ ലീവിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ ചാൻസ് ഒന്ന് നഷ്ടപ്പെട്ടു പോയി. ഞാൻ ലീവ് കുറച്ച് കൂടുതൽ എടുത്തു. ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങളുടെ ഈ പൊങ്ങച്ചം പറച്ചില്? ലഡു സിംഗ് സാറേ, നിങ്ങൾ വെറും ഒരു പോലീസ് ഇൻസ്പെക്ടർ ആണെന്ന് മാത്രം മനസ്സിലായി. നിങ്ങൾ ശരിക്കും വല്ലാത്തൊരു പേടിത്തൊണ്ടനും മണ്ടനും കഴിവില്ലാത്തവനാണെന്ന് മനസ്സിലായി. ഇല്ല, നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ. ഇവിടുന്ന് 50 കിലോമീറ്റർ ദൂരെ വരെ ഏതെങ്കിലും ഒരു മൃഗം വന്ന് അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള മൃഗം പറയും, അങ്ങനെയൊന്നും അറ്റാക്ക് ചെയ്യല്ലേ, അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് വരുമെന്ന്. ലഡ്ഡു സിംഗ്, ഹായ് ഹായ്. ലഡു സിംഗ് സാറേ, അങ്ങനെയാണ് കാര്യമെങ്കിൽ എത്രയും പെട്ടെന്ന് ആ രണ്ടുപേരെ ഇവിടുന്ന് ഓടിപ്പിക്കേ. ഓടിപ്പോ, ഓടിപ്പോ. എന്റെ അമ്മ കൊള്ളാലോ ലഡു സിംഗ് സാർ. ലഡു സിംഗ് സാറേ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ വരുന്നു. എന്റെ പുറകെ ലയനും പാന്തറും ഉണ്ടായിരുന്നു. ശിവ, നിന്നെ കണ്ടതിന് ശേഷം അവര് എന്നെയും കാണാൻ വന്നിരുന്നു, ഒരു ഹലോ പറയാൻ വേണ്ടിട്ട്. ഞാൻ അവരെ ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞയച്ചതേ ഉള്ളൂ. ഞാൻ എങ്ങനെയാലും പുറത്തേക്ക് വന്ന് ഇവരെ രക്ഷപ്പെടുത്തിയേ മതിയാവൂ. നീ ഒന്ന് വേഗം വന്നേ. നിങ്ങള് വെറുതെ അങ്ങനെ പേടിക്കല്ലേ. ഇത് കണ്ടല്ലോ, ധൈര്യം നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ അപ്പൊ ദൈവവും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ഈ വയറിൽ തൂങ്ങി പിടിച്ച് നമുക്ക് മുകളിലേക്ക് കയറി പോവാം. നത്തിങ് ടു വറി.
കൊടുങ്കാട്ടിലുള്ള പിക്നിക് ആരാണ് പ്ലാൻ ചെയ്തത്? നിങ്ങളൊന്ന് വേഗം ഇങ്ങോട്ട് വന്നേ. നീ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് എല്ലാവർക്കും ആകെയുള്ള ഒരു ആശ്രയം. അനക്കോണ്ട ഒന്ന് പോന്നുണ്ടോ? നിന്നോടല്ലേ പറഞ്ഞ അനക്കോണ്ട ഒന്ന് പോവാനല്ലേ പറഞ്ഞ. ഓ വേഗാവട്ടെ, എല്ലാരും മുകളിൽ കയറി വരൂ. ഞാൻ വെറുതെ തമാശ പറയായിരുന്നു. താങ്ക് യു ശിവ. ലഡു സിംഗ് സർ, എത്രയും പെട്ടെന്ന് ഈ കാടിന് പുറത്തേക്ക് പോകാനുള്ള വഴി നോക്കൂ. കാടിനകത്ത് പിക്നിക് ചെയ്യുന്നത് സേഫ് അല്ല. അങ്ങനെ പറയരുത് ശിവ. ഈ കാട് ലഡു സിംഗ് സാറിന്റെ ഫേവറേറ്റ് ആണ്. അതുകൊണ്ട് ഇന്ന് രാത്രി മുഴുവനും ലഡു സിംഗ് സാർ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് പിക്നിക് ആഘോഷിക്കും. എന്ത്? ഞാൻ ഒറ്റയ്ക്കോ? വേണ്ട വേണ്ട, ഞാനും നിങ്ങളോടൊപ്പം വരുന്നുണ്ട്. ശിവ, ഞാനും വരാന്നേ. Watch India's largest kids library only on Jio Hotstar. Download the app now.